അപ്പോൾ ഞാനൊന്നും എൻ്റെ ഫ്രണ്ടും കൂടെ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അവൻ പറഞ്ഞത് അല്ലാതെ നമുക്ക് കറങ്ങാൻ പോയായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കറങ്ങാൻ പോകുന്നു. പക്ഷേ എങ്ങോട്ട് പോകുമെന്നായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അവൻ പറഞ്ഞ് നമ്മുടെ മുമ്പ് കഴിഞ്ഞിട്ട് ഏത് സ്ഥലം കിട്ടും നമുക്ക് അവിടെ പോകാം. പിന്നെന്ത് അവൻ പറഞ്ഞ വേറെ കാര്യമില്ല ഗൈസ്, നോ വേ. അപ്പം നമ്മൾ നേരെ വണ്ടി എടുത്തങ്ങ് വിടാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവൻ വേറൊരു കാര്യം പറയുന്നത്, നമുക്ക് പുളിയിൽ പോയിട്ട് സ്റ്റേ അടിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇവന് കറങ്ങാനല്ലേ പോകണ്ടേ, പിന്നെന്തിനാ സ്റ്റേ അടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ നമുക്ക് നാളെ ട്രിപ്പുണ്ട്, അപ്പോൾ നമുക്ക് വേറൊരു ദിവസം വന്ന് സ്റ്റേ അടിച്ചാൽ പോരെ. ഞാൻ പറഞ്ഞു പറ്റില്ല, നമുക്ക് നാളെ തന്നെ തിരിച്ച് എവിടെ വരാം, നമ്മുടെ വീട്ടിൽ വരാം, പ്ലീസ്. എടാ നമുക്കിവിടെ വീട്ടിലല്ലോ, ആ വീടുണ്ടല്ലോ, ആ ഉണ്ട്, ശരി സമ്മതിച്ച്. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയണത് അവന് വേറെ എങ്ങും പോകണ്ട, പുളിയിൽ തന്നെ പോകണമെന്ന്. എന്തൊരു ചെറുക്കം കഴിച്ച് ഇവൻ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തിരിക്കും ഞാൻ. എന്നാൽ പിന്നെ ഞാൻ വെച്ച് ഇവൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ, പുളിയിൽ പോകാം. നാളത്തെ ട്രിപ്പ് നമുക്ക് ഓരോ നാളത്തെ ട്രിപ്പിന് മുമ്പേ നമുക്ക് വെളുപ്പിന് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അല്ലാതെ പിന്നെ എന്തിനു പറയാൻ പറ്റും ഗൈസ്. അങ്ങനെ ഓൾറെഡി നമ്മൾ പുളിയിലെത്തിയോ, നമുക്കൊരു സ്റ്റേ കണ്ടുപിടിക്കണം കേട്ടോ. പുളിയിലാണ് നിൽക്കുന്നത്, അപ്പോൾ നമുക്കൊരു സ്റ്റേ കണ്ടുപിടിക്കണം. എവിടെ കണ്ടുപിടിക്കും ഗൈസ്? ഈ റെക്കോർഡ് ചെയ്യുന്ന ഭയങ്കര പാടാട്ടോ. എനിക്ക് ശ്വാസം മുട്ടി, ഇപ്പം ഞാൻ ചത്തുപോകും. കാരണം ശ്വാസം മുട്ടിയൊരു ഊപ്പാട് വരും കേട്ടോ. ഈ റെക്കോർഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ, അതായത് ഇപ്പം എന്തെങ്കിലും തടി വീഴുന്നത് അത് കേട്ടാൽ ആ റെക്കോർഡ് നശിച്ചു പോവും. അത്രയ്ക്ക് പാടാട്ടോ. ഇവൻ ഇവിടെ വണ്ടിയകത്ത് കിടന്ന് ഉറങ്ങി, ഇവനെ എടുത്തിട്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവനെ എടുത്തിട്ട് അലക്കുന്നവരുണ്ട്. എടാ ഹോട്ടലെത്തി. നിന്നെ ഞാൻ ഹോട്ടാക്കുന്നുണ്ട്. എന്തിന് നീ കിടന്ന് ഉറങ്ങുന്ന എന്തിനാടാ? നീ എന്നെ പിന്നെ വിളിച്ചോണ്ടൊന്നും എന്തിനാ? അത് പിന്നെ ഞാൻ എടുത്തിട്ടേക്ക് മിണ്ടായിരുന്നില്ലെങ്കിലുണ്ടല്ലോ, ഇന്നത്തേക്ക് ക്ഷമിച്ചേക്കുന്നു. ഇനി കിടന്ന് ഇങ്ങനെ ഉറങ്ങരുത്, ഇല്ലടാ. അപ്പോൾ ഗൈസ് നമ്മുടെ വേറൊരു വിശേഷമായിട്ട് വരാം. ബൈ.